ഒന്നല്ല. എന്നിരുന്നാലും നമ്മളൊരു ചെറിയൊരു ഫിഷിങ്ങിന് പോവുകയാണ്. അപ്പോൾ നമ്മളെ കൂടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ CCOKയിലെ 2 മെമ്പേഴ്സാണ്. ഒന്ന് നമ്മുടെ റോബിൻ ചേട്ടനും ഒന്ന് നമ്മുടെ ഉഷ ചേച്ചി. അപ്പോൾ ഉഷ ചേച്ചി നമ്മളൊരു ലേഡീസിനെ ആദ്യമായിട്ടാണ് നമ്മൾ വള്ളത്തിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ലേഡീസിനെ ആരെയും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ചേച്ചി പോയിട്ടുണ്ട്. ചേച്ചി ബോട്ടിലൊക്കെ പോയിട്ട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചേച്ചീനെ വിളിച്ചത്. അപ്പോൾ ചേച്ചി വരുന്നെന്ന് പറഞ്ഞ് അങ്ങനെ ചേച്ചീനെ കൊണ്ടുപോയാണ്. അപ്പോൾ ഇന്നത്തെ എങ്ങനെയായിരിക്കും ദിവസം? ഇതേ വൈബ് നമ്മൾ അവിടെ എത്തുമ്പോൾ കാണണം. റോബിൻ ചേട്ടനെയാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, വേറെ ഒന്നുമല്ല. ചേച്ചി പോയിട്ടുള്ളതുകൊണ്ട് ചേച്ചിക്ക് അറിയാം, റോബിൻ ചേട്ടൻ പോയിട്ടില്ല. അപ്പോൾ പോയിട്ടില്ലാത്ത ഒരാളെയാണ് നമ്മൾ ഇന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് കടൽ കടന്നതിന് ശേഷം കാണാം. അതുപോലെ തന്നെ നമ്മളെ അഞ്ചുതെങ്ങനെയാണ് മുതലപ്പൊഴിയിൽ നിന്ന് നമ്മൾ പണിക്ക് പോവുകയാണ്. അപ്പോൾ ഏതായാലും ഇനി കടൽ കടന്നിട്ട്, അതായത് നമ്മൾ പൊഴിക്ക് കടന്നിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മളെ കൂടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അനു, നമ്മളെ ജോബ് കയറിയിട്ടുണ്ട് ചേട്ടാ. ജോബും കയറി, സജുവാമനും. പിന്നെ നമ്മളെ ബ്രോയുടെ പേരെന്താ? റോഫ്. അപ്പോൾ നമ്മുടെ ക്യാമറ ഉഷ ചേച്ചിയുടെ ക്യാമറാമാൻ സമയം ചാനലിൻ്റെ എഡിറ്ററും ക്യാമറാമാനും ആയ റോഫ് ആണ്. അപ്പോൾ നമ്മളെ കൂടെ. അപ്പോൾ ഏതായാലും നമ്മളൊരു അടിപൊളി ഫിഷിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് പോയാണ്. എന്ത് പറയാണ്, പോണവരെല്ലാം കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ 2 എഞ്ചിന് ഇറക്കുന്ന ഈ കാറ്റത്ത്. അപ്പോൾ അറിയാമോ, അപ്പോൾ 2 എഞ്ചിന് ഇറങ്ങി ഇവന്മാർ ഓടുന്നത് ആൾക്കാരെ കൊല്ലാനാണെന്ന് തോന്നുന്നത്. പാവങ്ങള് ഒന്നാമത് ഫസ്റ്റ് ടൈമാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, വലയുടെ പുറത്തിരുന്ന് കഴിഞ്ഞാൽ ഒത്തിരി നനയത്തേ ഉള്ളൂ. വലിയ വിഷയമാണ്. കാല് സേഫ് അല്ലല്ലോ, കാല് സേഫാണ്. റിസ്ക് എടുക്കണ്ട ചേച്ചി. നമ്മളിങ്ങനെ ഇതാവൂലേ, സ്പ്രിങ് ആവണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇടി കിട്ടും. ഓക്കെ, പാവങ്ങള് ജാക്കറ്റ് എടുത്തിട്ട് ഇരുന്നാലും മതി. അല്ല, ജാക്കറ്റ് സൈഡ് താഴെ ഇട്ടിട്ട് ഇരുന്നാൽ മതി. അതിന്റെ പുറത്ത് പോലീസുകാരെ കണ്ടാലേ ജാക്കറ്റിലൊന്നും പൊക്കിക്കണ്ടു. പണിക്ക് ലേഡീസിന് ഇവിടെ പെർമിഷൻ ഇല്ല പണിക്ക് വരുന്നതിന്. ജാക്കറ്റ് എടുത്ത് അകത്തിട്ടോ, താഴെ ഇട്ടോ, പറന്നു പോരുത്. അതിന്റെ പുറത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പഞ്ഞി പോലെ ഇരിക്കുമല്ലോ, അതാ പറഞ്ഞേ. വർക്കലയുടെ കുറച്ച് അപ്പുറത്ത് പോകും. ഓക്കെ, ഇങ്ങോട്ട് കയറി അത് നേരെ ഇരുന്നോ. വീണാലും മലയുടെ പുറത്തായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. റോബിൻ ചേട്ടാ, ഇതിന്റെ പുറത്ത് കയറിയിരിക്കും, ജാക്കറ്റിന്റെ പുറത്ത്. എന്റെ പൊന്നു, നമ്മൾ കടൽ മുഴുവനും മത്തി ഇറങ്ങി കിടക്കുകയാണ് കേട്ടാ. മത്തി എന്റെ പൊന്നു നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അത് മൊത്തം മത്തി, ഇത് പോണത് മൊത്തം മത്തിയാണ്. അപ്പോൾ ഇവിടെ നേരത്തെ അയലേനെ കാണാനുണ്ടായിരുന്നു, പക്ഷെ വീഡിയോ എടുത്തില്ല. ഇല്ല, മത്തി അത് കൂട്ടത്തോടെ പോകുന്നത്. ഓരോ മീനുകളും ഓരോ കൂട്ടത്തോടെ പോകത്തുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ അയല കാണും. അപ്പോൾ മത്തി ഇതാ പോകുന്നുണ്ടല്ലേ, ഇത് ഫുള്ള് മത്തിയാണേ ഈ 2 കിടക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മുടെ ഒരു വള്ളക്കാരൻ അവിടെ വിളിക്കുന്നുണ്ട്, എന്താണ് സംഭവം എന്ന് അറിയാൻ വയ്യ. ഏതായാലും അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കാം. കടലും ഇങ്ങോട്ടും വടക്കോട്ട് മാറി നമ്മളിപ്പോൾ ഏകദേശം പാവനാശ്വരത്തിൻ്റെയും ഒന്നാം പാലം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അതായത് വെട്ടൂരിനും വർക്കലയ്ക്കും നടുക്കുള്ള ഒരു ഭാഗം. അപ്പോൾ ആ ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ കറക്റ്റ് ആ ഒരു ആംഗിളിൽ ആണ് നമ്മളിപ്പോൾ ഉള്ളിലോട്ട് മാറി കിടക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കര കാണാൻ പറ്റും. ഏതായാലും ഇനി കുറച്ചുകൂടെ വടക്കോട്ട് മാറണം. ഈ മീനൊന്നും തട്ടാത്ത രീതിയിൽ നമ്മൾ കൊണ്ട് വല വയ്ക്കണം. ഞങ്ങൾ ഫുൾ അയിലയാണ്. ആ ബോട്ട് നിറച്ച് എൻ്റെ മോനെ, വെറും മീൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓ ഇല്ല, അവരിതാ ഇതുപോലെ വല വലിച്ചതാ. മീൻ കയറ്റണ അറിയാ, മീൻ കയറ്റണ അറിയാ.
ഉണ്ട് കേട്ടോ മീൻ. എൻ്റെ മുന്നേ ഇവന്മാർ ഇത്ര മീൻ കോരി വറ്റിക്കാനുള്ള അതിലേക്ക് ഇതിപ്പോൾ ഏകദേശം ഒരു 10 മാറന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് ഇപ്പോൾ അയല നല്ലപോലെ കിട്ടുന്നത്. അവർക്ക് വലയ്ക്ക് നല്ലതുപോലെ കുടുങ്ങിയാണ്. അവരുടെ വല എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കോരിക്കൊണ്ട് പോകുന്ന വലയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ നല്ലതുപോലെ കിട്ടും. അങ്ങനെ നമ്മൾ ബോട്ടിനടുത്തെത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ മീൻ നിൽക്കുന്ന നോക്കിയേ. എന്ത് മീനാണാ? എന്ത് മീനാ? കുഴിയാളയാ? ഓ മറ്റേ ചെമ്മാനാണ് കേട്ടാ. ചെമ്മാനും ഓക്കെ. ഓ പരന്ത്. ഇപ്പോൾ ചെമ്പാൻ അയല രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു മീൻ കൂട്ടാണ് അവർ കിട്ടിയത്. അപ്പോൾ അവർ അടുത്ത ഒരു പാട് മുറിച്ചെടുത്ത് തട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ നെറ്റിൽ മീൻ ഇപ്പോഴും നിൽപ്പുണ്ട് എടാ. നെറ്റിൽ മീൻ ഇപ്പോഴും കിടപ്പുണ്ട്. അതിനെ ഫുള്ളായിട്ട്, അതായത് ഈ വലയിൽ നിന്ന് നമ്മളിങ്ങനെ വലിച്ച് കുറച്ചായിട്ട് വെള്ളം നിറച്ച് ആ ബോട്ട് നിറച്ച് മീൻ കയറ്റിയതിന് ശേഷം വേണം ഐസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ വല വിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മറ്റേ തൂക്ക് തട്ടി വെച്ച് കൊടുക്കില്ലേ? 1.5 വാർഡിൽ മതി. ഇന്ന് ചോദിച്ചു വാങ്ങണ എൻ്റെ ജോബ് സജോ. ഇന്ന് നിങ്ങൾ ഒരു ജോലി ഞാൻ ചെയ്യണ്ട. ഇന്ന് നിങ്ങൾ മാറിയെന്ന് കളിയണ്ട, അത്ര മതി. ആത്മഹത്യക്ക് വന്നതാ. അങ്ങനെ സൂര്യൻ അസ്തമിച്ച സമയത്ത് നമുക്ക് ഇതാണ്ട സ്കൈ നോക്കിയ ക്ലൗഡി ആയിട്ട്, ഇന്നാണ് നമുക്ക് ക്ലൗഡി ആയിട്ട് കിട്ടുന്നത് കേട്ടോ. ഓ എൻ്റെ മോനെ, റെഡാണ് വിഷ്വൽസിൽ. ഒരുവിധം കുറച്ചാണ് റെഡ് കാണിക്കുന്നതെങ്കിലും ഒരു ഓറഞ്ച് നിറത്തിലാണ് കാണിക്കുന്നത്. പക്ഷെ ഫുള്ള് റെഡാണ് കേട്ടോ. വേറെ ലെവൽ വിഷ്വൽസ്. അപ്പോൾ നമ്മളെ അങ്ങനെ നമ്മളൊരു 7:17 ആയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ വല പിടിക്കുകയാണ്. ഓ നമുക്കിന്ന് വലിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ജോബ് എല്ലാ പണിയും എടുത്തെടുത്ത് ചെയ്യുന്നുണ്ട് അല്ലേടാ ജോബ്? അപ്പോൾ ജോബ് നമ്മളെ ഇന്ന് വന്നതുകൊണ്ട് എനിക്ക് പണിയില്ല അനു. അപ്പോൾ ഏതായാലും ഞാൻ ഇങ്ങനെ ചുമ്മാ നിന്നാൽ മതിയല്ല, ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് നന്നായിട്ട് വീഡിയോ എടുക്കാം അല്ലേടാ? ഓക്കെ. അപ്പോൾ പിന്നെ ഏതായാലും പിന്നെ വല വലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി മീൻ വരുന്ന സമയത്ത് നമുക്ക് കാണാം. തുടക്കം എന്താണോ വരുന്ന ഒരയില വന്നിട്ടുണ്ടേ. ജോബിൻ്റെ അയില വന്നിട്ടുണ്ട്. ജോബിൻ്റെ അയില. ഓക്കെ, താങ്ക് യു. വീഡിയോ എടുക്കാനുള്ള വീഡിയോ എടുത്തോ. വിലയുള്ള ബൈ. ഇത് വലയിൽ കുടുങ്ങിയാൽ പിടയ്ക്കത്തില്ല. വലയിൽ കുടുങ്ങിയാൽ ചാവും പെട്ടെന്ന്. മീനെ എപ്പോഴും ജീവനോടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കിട്ടുന്ന മീനായിരിക്കും. ഇത് നമ്മൾ വലയിലെടുത്ത് കുറച്ച് നേരം ആകുമ്പോഴേക്കും ഓടിയില്ല എന്നുള്ളത്. നമ്മൾ ശ്വസിച്ചില്ലെങ്കിൽ മരിക്കുമല്ലോ, അതുപോലെയാണ് മീൻ ഓടിയില്ല എന്നുള്ളത്. നമ്മൾ ശ്വസിച്ചില്ല എങ്കിൽ മരിക്കും, പക്ഷേ മീനുകൾ ഓടിയില്ലെങ്കിൽ മരിക്കും. ഓടാൻ പറ്റാതെ വരും. വലയിൽ കുടുങ്ങി കഴിഞ്ഞാൽ ഓടാൻ പറ്റത്തില്ലല്ലോ. പെട്ടെന്ന് മരിക്കും. പിന്നെ ഇപ്പോൾ എടുക്കുന്ന മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓടിയിരിക്കും. കല്ല് പോലെ ആയിരിക്കും. ഇപ്പോൾ എടുത്ത് നോക്കിയാൽ മരം പോലെ നിൽക്കും അയില.
ഇതാണ് ഫ്രഷ് മീൻ. ഫ്രഷ് മീൻ ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ വരും. ഇപ്പോൾ എടുത്ത വീഡിയോ. സമയത്തെ വട്ട ഇതാ പിടയ്ക്കണം. അയില പിടയ്ക്കണം. ഇവിടെ അപ്പോൾ ഇതും പിടയ്ക്കും. ഇത് ആരോ ജീവനിൽ. അയ്യോ, കണ്ണാരോ കൊത്തിക്കൊണ്ടുപോയി. കണവ കൊത്തിക്കൊണ്ടുപോയി. മൊത്തമല്ലേ ഉണ്ട്. കണവ ഇതും പിടയ്ക്കുന്നത്. ഇത് പിടയ്ക്കും. കൂന്തലടിച്ചാണ്. ഇത് പേത്ത അടിച്ചടാ. അല്ല കാണാം. നല്ല ഉള്ളിൽ. അപ്പോൾ നമ്മുടെ വല ഒരു മാല വലിച്ചു തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ അയിലയൊക്കെയാണ് ഇട്ടേക്കുന്നത്. പിന്നെ നമ്മളെ അയിലേനൊക്കെ കണവയൊക്കെ കടിച്ചിട്ടുണ്ട്. കണവ അടിച്ച ഒരു ജീവനുള്ള അയിലയൊക്കെ അടിച്ച് എന്തൊക്കെ പറയാം. ഇത് പേത്ത കടിച്ചതാണ്. പേത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ മാക്രി ഏവ എന്നൊക്കെ പറയത്തില്ലേ, ആ സാധനം. അപ്പോൾ അത് കടിച്ചതുകൊണ്ട് പിന്നെ നമുക്കൊരു കീളീനെ കിട്ടിയിട്ടുണ്ട്. ഓ, ഇറക്കം പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവൻ്റെ മുള്ളുകൊണ്ട് നമ്മളെ കൈ ഒരു പരുവ. വാ തുറക്കടാ. ഇത് കരയും കേട്ടാ. സൗണ്ട് വയ്ക്കും. സൗണ്ട് വയ്ക്കുന്നില്ലല്ലേ? ആ, ഇത് കരയും. സൗണ്ട് വയ്ക്കാറുണ്ട്. പാരയും സൗണ്ട് വയ്ക്കും അതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് കോന്നത്തൊലിയുണ്ട്. കോന്നത്തൊലിയുടെ സൈസ് നോക്കി എൻ്റെ മോനെ വിഷയം തന്നെ. അപ്പോൾ ഏതായാലും ഇതൊക്കെ ഒന്ന് ഐസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയാണ്. നമുക്ക് പിന്നെ ഇത് കഴുകിയെടുത്ത് ഐസ് ചെയ്യണം. നല്ല അയിലേ നോക്കി ഇതൊക്കെ ഇത് കഴുകി എടുത്തിട്ട് ഐസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ റോബിൻ ചേട്ടൻ എന്ത് പറയുന്നു? ഇല്ല അളിയാ, കടിച്ചൊന്നുമില്ല. ഇത് കെട്ടഴിക്കട്ട്. അപ്പം ഇന്ന് ജോബ് ടെററായിരുന്നു കേട്ടോ. സംഭവം വേറെ ലെവൽ വിഷയമായിരുന്നു. ജോബ് മാത്രമേ ഈ വള്ളത്തിലുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി ചില സമയങ്ങളിൽ. അല്ലേടാ ജോബേ? അനു, സത്യമല്ലേടാ? സത്യമല്ലേ? ജോബ് മാത്രമേ വള്ളത്തിലുണ്ടായിരുന്നെന്ന് തോന്നിപ്പോവും. ഇതാണ് കൊച്ചരി എന്ന് പറയുന്ന സാധനം. നമ്മളെ കൊച്ചരി എന്ന് പറയണത്. ഇത് പൊരിച്ചെടുക്കുമ്പോൾ ഇത് പരുപോലെ ഇരിക്കും. മീൻ പരുവില്ലേ? മീൻ പരുപോലെ ഇരിക്കും. ഇത് ഈ കണവയിൽ മാത്രമേ കാണത്തുള്ളൂ. ഇല്ല. കുട്ടി എന്ന് ഇത് മുട്ടയിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് വേറെ ഒരു രീതിയിലാണ്. മുട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇത്രയും സൈസ് നല്ല സൈസിനൊക്കെ കാണും. ഓക്കെ, തീർന്നോ? ഐസ് ഓടിക്കട്ട്. ഇല്ല, ഇതിന് കുറച്ച് കൂടുതൽ വയ്ക്കണം ഒരു കുട്ടയ്ക്ക്. ഏത് വെട്ടിയിടാ തുറക്കാൻ? സാധനങ്ങളെല്ലാം അങ്ങനെ വലിച്ചിട്ടിക്കാം. നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റൗവൊക്കെ കൊണ്ടുവന്നായിരുന്നു. മണ്ണെണ്ണയൊക്കെ നിറച്ചിട്ട് എല്ലാം എടുത്തു. തീപ്പെട്ടി മാത്രം എടുത്തില്ല. ഭയങ്കര വിഷയമാണ് കേട്ടാ. ഓക്കെ, ഉണ്ട്. ഇല്ല, അത് കുഴപ്പമില്ല. ഇല്ല, ഒരു പീസ, ഒരു ബ്ലോക്ക് എടുക്കണം. തല്ലി പൊട്ടിക്കണം. പണിക്ക് ഒന്നുമില്ലായിരുന്നു. എല്ലാ ദിവസവും ശനി.
ശനിയാഴ്ച അവധിയാണ്. ഒരു ബ്ലോക്ക് 100-110. ചില സമയങ്ങളിൽ ഐസിനും വില കൂടും. ആണല്ലേ? ഓരോന്ന്. ഇതിപ്പോൾ എത്ര ബ്ലോക്ക് ഉണ്ട്? ഒറ്റ ബ്ലോക്കേ ഉള്ളൂ. ആദ്യം ഈ ചവിട്ടി പൊട്ടിക്കണം. അതെടുത്ത് കമത്തി കളയണം. വെള്ളം ഒഴിച്ചാടാ. ഓക്കെ. വെള്ളം ഐസ് വെള്ളമല്ലേ, അപ്പോൾ ഫ്രഷ് ആയിട്ട് കിടക്കും മീന്. ഐസ് വെള്ളത്തിൽ കിടന്നുണ്ടല്ലോ മീനൊന്നും ഭയങ്കര ഇതായിട്ട് കിടക്കും, നല്ലതുപോലെ കിടക്കും. ഈ അയിലക്കൊക്കെ വെള്ളം കുറച്ച് ഒഴിക്കണം, കടൽ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും. എടാളിയാ. ഓക്കെ, രണ്ടാമത്തെ ടീം. ഓക്കെ, എന്നിട്ട് പുറത്തെ അടിയായിരുന്നു. ഇവിടെയാ. നോക്കി 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 നോക്കി. ഇല്ല, അത് നമ്മൾ വല ആ സൈഡിലോട്ട് വെച്ചില്ലേ, അതുകൊണ്ടാണ്. ഓക്കെ, ഓക്കെ. രണ്ട് വല വലിച്ചതോ? ഒരു വല. രണ്ടാമത്തെ വല വലിക്കാൻ പോകും. ഇത് ചിലപ്പോൾ വീണ്ടും വിടും, വീണ്ടും വല വിടും. 3 മണിക്കൂർ കാത്തിരിക്കും. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ വിട്ട ഉടനെ വലിക്കും, ചിലപ്പോൾ ഇത്തിരി ലേറ്റായിട്ട് വലിക്കും. ഇപ്പം എങ്ങനെ അറിയാൻ പറ്റും മീൻ ജീവനോടെ വരുമ്പോൾ അറിയാൻ പറ്റും. ജീവനോടെ കൂടുതൽ വരുമ്പോഴേ മീൻ ഇപ്പോൾ കിട്ടുന്നതാണെന്ന് മനസ്സിലാവും. അങ്ങനെ അത് വീണ്ടും ഇടും. ഈ ചോര പോകാനായിരിക്കും അല്ലേ? ചോര ഇതൊക്കെ പോയി കഴിഞ്ഞ് ഇരുന്നാൽ ഒരുവിധം ഫ്രഷ് വെള്ളയായിട്ട് കിടക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ചോപ്പ് വരും. അതേ പിടിച്ചൊന്ന്. ഒരുപാട് ഐസ് കയറ്റണ്ട കേട്ടാ. ഐസ് കയറ്റിയില്ലേ, ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അടി വെള്ളം കിടക്കല്ലേ. ഇത് നാളെ രാവിലെ ആയിരിക്കും എല്ലായിടത്തും എടുക്കുന്നല്ലേ? ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ പിടിക്കുന്ന മീനുണ്ടല്ലോ അതേപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, മീനെപ്പോഴും ഹീറ്റാവുമ്പോഴാണ് മീൻ ചീത്തയാവുന്നത്. കൂളിങ്ങിൽ വെച്ചിരുന്ന ചീത്തയാവത്തില്ല. പിന്നെ ചില ചീത്ത മീനുകളുണ്ട്, അത് എത്ര കൂളിങ് ചെയ്ത് വെച്ചിരുന്നാലും കൊള്ളലായിരിക്കും. ഏതാ? അയ്യോ, ഇത് തെണീറ്റായിട്ട് അതിൽ ഐസ് ഉണ്ടോ നോക്കട്ടെ. എന്നുണ്ടെന്നോ? ഐസ് അവിടെ ഇരുന്നു. അതിൻ്റെ പുറത്ത് അടപ്പടച്ചിട്ട് അതിൻ്റെ പുറത്ത് കയറിയിരുന്നു. ഐസ് അടപ്പിടിയാണല്ലേ. അയ്യോ, പിടിച്ചോ, ഇത് പിടിച്ചോ അങ്ങളെ. ബ്രോ, ഇതൊത്തി പിടിച്ചോ. ഉഷ ചേച്ചി പറഞ്ഞ് കുറേ നാളുകൊണ്ട് പറയാം എൻ്റെ അടുത്ത് സ്രാവ് വേണമെന്ന്.
എൻ്റെ മോനെ സ്രാവ്. ഒരു ഷാർക്ക് കിട്ടി ചേട്ടാ, ബേബി ഷാർക്ക്. കിട്ടാ കടിക്കും. കടിക്കും പകുതി അതിന് വായിക്കാത്ത ഇത് ആദ്യം ഇടാം. ആദ്യം നേരടാ ഒന്ന് കേറടാ. മൊത്തം നട്ടാനെ അളെ ഇതാ ഓവർ അവിടെ. ഉടമക്കാരൻ പറഞ്ഞ നമുക്ക് വേറെ ഒപ്പിയിലൊന്നും ഇല്ലേ. നമ്മളിട്ട് വെച്ചു കൊടുക്ക്, പറ്റണ ജോലി നമ്മൾ ചെയ്യുവാ. അതാ മീന് കൊള്ളൂല്ലെങ്കിൽ പിന്നെ പറയാതിരുന്നാ മതി. എല്ലാത്തിനും ഞാനും ഉണ്ടല്ലേ. സജാനെ പോലെ മേലെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ കിട്ടുന്നത്. സജാൻ ഞങ്ങൾ കളിക്കാത്താ ചെയ്യണേ. സ്പീഡില്ല പറഞ്ഞാൽ അയാൾ ഇങ്ങനെ വരുമ്പോ സ്പീഡ് കാണില്ല ആയിരിക്കും. നിങ്ങൾ മേവലാത്രം പിടിച്ചത് ഞങ്ങൾ പറഞ്ഞ ജോലി മാത്രം നിങ്ങളെ ചെയ്യണം. സൂപ്പറായി സാറ്. ഇല്ല അളിയാ, ഞാൻ ചവിട്ടിയിടാ പൊട്ടിച്ചേ. നീ പെട്ടിയിലിട്ട് അടിയിടാ ആദ്യം. ഈ കമ്പത്തിൽ അവിടെ വെള്ളം മുട്ടി ആളല്ല വെള്ളത്തിൽ കിടക്കാതെ ഇപ്പൊ അവരെ കന്നാസം പിടിച്ചിട്ട്. രണ്ടാമത്തെ മാല വലിച്ചു തീർന്നിട്ടുണ്ട്. വലിച്ചു തീർന്നപ്പോഴേക്കും ഓ ജോബ് കോരിയെല്ലാം കളയുന്നടേ. അപ്പോൾ രണ്ടാമത്തെ മാല വലിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഇതിന് മുന്നേ കുറച്ച് വലകളെല്ലാം നമ്മൾ നേരെ ഇതിലോട്ട്, അതായത് പെട്ടിയിലോട്ട് മീൻ ഐസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ പെട്ടിയും ഇപ്പോൾ ഫുള്ളാണ്. അപ്പോൾ പിന്നെ അടുത്ത 2 പെട്ടികളുണ്ട്. ആ 2 പെട്ടികളും കൂടെ ഒന്ന് നിറയ്ക്കണം. അപ്പോൾ അതിന് മുന്നേ നമ്മളൊന്ന് വല വലിച്ച് തീർന്ന് ഏതാണ്ട് കുറച്ച് വലയും കൂടെ ഇനി 2 മാല ഇതേ സെയിം വല തന്നെ 2 മാല ഇത്രയും ഉണ്ട്, അതും കൂടെ വലിക്കണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇതൊന്ന് ആദ്യം ഐസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയാണ്. മീൻ എപ്പോഴും ഫ്രഷോടെ തന്നെ ഐസ് ചെയ്ത് കഴിഞ്ഞിരുന്നാൽ അതേ ഫ്രഷ്നെസ്സോടെ നമുക്ക് വിൽക്കാൻ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അതേ ഫ്രഷോടെ കിട്ടി കൊടുക്കത്തില്ല. കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വില ഡൗൺ ആവും. അപ്പം മീൻ എപ്പോഴും ഫ്രഷോടെ തന്നെയാണ് ഐസ് ചെയ്യേണ്ടത്. എന്താ കെട്ടിയിട്ട് അങ്ങോട്ട് ആ മാല അങ്ങോട്ട് ചരിച്ച് വയ്ക്കണം. എന്നിട്ട് ഇട്ടിക്കുമ്പോ മതിയേ. നാട്ടുകാലായിട്ടുള്ള ഫ്രഷോടെ അവിടത്തെ അതിൽ ഐസ് ഇട്ട് ടെമ്പറാക്കും നൊത്തോലി. അപ്പോൾ നമ്മൾ നൊത്തോലിയും ഇതെല്ലാം അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഷാർക്ക് ഇടണം. എൻ്റെ മോനെ ആ പാവം അത് കല്ല് പോലെ ഇരിക്കണം. ഓക്കെ, പാവം ചെറുതായിരുന്നു കേട്ടാ ബേബി ഷാർക്ക്. തുടങ്ങാനുണ്ട്. അപ്പോൾ നമുക്ക് അടിപൊളി ഷാർക്കിനോ ഇതിനൊക്കെ കറി വെച്ചിട്ടുണ്ടല്ലോ എൻ്റെ മോനെ. സോഫ്റ്റ് എന്ന് പറഞ്ഞിരുന്നാൽ അമ്മാതിരി സോഫ്റ്റാണ് കേട്ടോ ഇതിൻ്റെ മാംസമൊക്കെ എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ എപ്പോഴും സ്രാവിന് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നതെന്ന് പറഞ്ഞിരുന്നത് ഈ ചിറകിനാണ് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത്. ആ സ്രാവിൻ്റെ ആ ഒരു മാംസത്തിന് വിലയില്ല സാധാരണ. എന്തോടാ? അപ്പോൾ അത് മാത്രമാണ് നമ്മളെ സ്രാവിൻ്റെ ഇത്. വലിയ സ്രാവിനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന സമയത്തെന്ന് പറഞ്ഞിരുന്നാൽ അതായത് പല്ല് വരുന്ന വരപ്പ് ഓക്കെ കണ്ടല്ലേ.
ഇതിപ്പോൾ ചെറിയ സ്രാവാണ്. ഇതേ വലുതുണ്ട്. വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പല്ലൊക്കെ പുറത്ത് വരുന്നത് റയറായിട്ടാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് പേടി വരും. അപ്പോൾ ഏതായാലും അതിനെയൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ എത്തിക്കാം. ഇനി ഏതായാലും നമുക്കിതൊന്ന് ഐസ് ചെയ്യാം. ഓക്കെ, അതിനൊത്തിരി വെള്ളം. അതെ, ഈ സൈഡ് പെട്ടി അതിൽ ഐസില്ലേ? ഇതിൽ ഐസില്ലേ? ഓ, അങ്ങനെ നമ്മളെ വലയൊക്കെ വലിച്ചു കഴിഞ്ഞ് അപ്പോൾ 4 ബോക്സിൽ നമ്മൾ ഐസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാക്കി വന്ന അയിലയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇനി തട്ടിയിട്ടിട്ട് നമ്മൾ കര പോയതിന് ശേഷം മാത്രമേ ഒരു പെട്ടി എടുത്ത് നമ്മൾ ഐസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ വലയും വലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഏതായാലും കര പോയിട്ട് നമ്മൾ ഇത്രയും മീനുകളും കൂടെ ഐസ് ചെയ്ത് വെക്കണം. അതായത് നാളെ രാവിലെയാണ്, നേരം വെളുക്കുമ്പോഴാണ് മീൻ വിൽക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം സമയത്തായടാ. അപ്പോൾ നമ്മൾ മീനും കാര്യങ്ങളെല്ലാം നമ്മൾ ഓട്ടോയിലോട്ട് കയറ്റുന്നുണ്ട്. സജാമോ കം കിയർ. അത് ഒരാൾ ഫ്രണ്ട് ഏരിയായി ഇവിടെ പോയി ഇവിടെ അവരിവിടെ തന്നെ ഐസ് ചെയ്യണതാണ് നല്ലത്. അങ്ങനെ നമ്മൾ പെട്ടിയും മീനുകളായിട്ട് നമ്മൾ ഏതായാലും നമ്മൾ ഏകദേശം മീനൊക്കെ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വിറ്റ് കഴിഞ്ഞിട്ട് ആ സമയത്ത് നമ്മൾ ഇത് നോക്കിയേ, ഇതാണ് ആൾക്കാർ. നമ്മളെ മീൻ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോൾ കൊണ്ടുവന്നാലും നമുക്ക് ഓരോന്ന് അവർക്ക് കൊടുക്കണം. ഇത് കൊടുത്താൽ മാത്രം പോരാ, നമ്മളിപ്പോൾ ഒരു വട്ടം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. കറങ്ങി വന്നിട്ട് കൊടുത്തില്ല എന്ന് പറയും. വീണ്ടും നമ്മൾ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കൊടുത്തിട്ട് നമ്മൾ നോക്കി വെച്ചിരുന്നിട്ട് കൊടുത്തതാണോ തന്നതാണെന്നല്ല പറഞ്ഞു കഴിയുന്ന തന്നില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം അവർ തന്നെ എന്തെങ്കിലുമൊക്കെ തെളിവെടുത്തുകൊണ്ട് പ്രായിട്ടൊക്കെ പോകുന്ന ഒരു ടീമാണ് ഈ കാണുന്നത് മൊത്തം. ഇപ്പോൾ എത്ര കൊടുത്തിട്ടാ നോക്കിയാണ്, എത്ര കൊടുത്തിട്ടും ഒരു മാറ്റവും ഇല്ലാതെ വന്ന് നിൽക്കണം. ഇതാണ് ഇല്ല ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം അല്ലല്ലോ ഇത്. അതുകൊണ്ടില്ല നമ്മളിപ്പോൾ ഓരോരുത്തരായിട്ട് കൊടുക്കുന്നു. കൈ അച്ചെടുത്ത കയ്യിലെടുത്ത് ഇനി വീണ്ടും വന്നിട്ട് കവറിലിട്ട് വീണ്ടും വെച്ചുകൊണ്ടിരിക്കും. ഇതാണ് അവസ്ഥ. നമ്മൾ മീൻ വിൽക്കാൻ വേണവരുടെ എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെ. ഓരോ സ്ഥലത്ത് ഓരോ ഗ്യാങ്ങായിട്ടുണ്ട്. ഫുള്ള് ഇങ്ങനെ വന്ന് നിന്നിട്ട് മീനും പിറക്കിക്കൊണ്ട് അവർ നമ്മൾ വിഷമം അവരുടെ ഒരു സങ്കടം കണ്ട് നമ്മൾ മീൻ കൊടുക്കും. പക്ഷെ എന്നിരുന്നാൽ കൂടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നവർ നമ്മളെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ മീൻ പിടിച്ചുകൊണ്ട് വരുന്നത് മാത്രം പോരാത്തതുകൊണ്ട് നമ്മൾ കൊടുക്കുകയും വേണം. അത് കൊടുത്തു കഴിഞ്ഞിട്ട് അവരുടെ വായിലിരിക്കണ മൊത്തം നമ്മൾ കേൾക്കുകയും വേണം. എന്ത് പറയാനാണ്, നമ്മൾ പറഞ്ഞ് തളർന്ന് നമ്മൾ അവസാനം ഗതികെട്ട് ദേഷ്യപ്പെട്ട് പോകും. ഏതായാലും ഒരു ക്ഷമ ഒരു മനുഷ്യൻ്റെ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ക്ഷമയെ പരീക്ഷിക്കുന്ന ഒരു ടൈപ്പ് ആൾക്കാരാണ്. സത്യം പറഞ്ഞാൽ സങ്കടം വരും ചില സമയങ്ങളിൽ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാതെ ഇരിക്കാനും കൊടുത്തു കഴിഞ്ഞിരുന്നാലോ പോകത്തുമില്ല. ഇതാണ് സീന്. ഒരാൾക്ക് മാത്രം കൊടുക്കുന്നതാണെങ്കിൽ ഓക്കെ. അമ്മമാർക്ക് മനസാക്ഷിയുണ്ട്. കവറിലെല്ലാം എടുത്തിട്ട് പിന്നെ ഇപ്പൊ പാത്രങ്ങൾ കൂടി വീട് വന്നോ. ഇതാ ഓടി മീനും കൊണ്ട് ഓടി സജുവാബ് അവസാനം കൊണ്ട് ഓടേണ്ടി വന്നു. ഇതാണ് അവസ്ഥ. തമ്മിൽ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. ഇനിയിപ്പോ അടല്ലേ അടുത്ത ആളിൻ്റെ അടുത്ത് പോയി ഇനി അവരുടെ അടുത്ത് പോയി കാണില്ലേ ദേഷ്യപ്പെടുന്നുണ്ടല്ലേ. ആര് കൊടുത്തു, എപ്പോൾ തന്നു, എത്ര കൊടുത്താലും അവർക്ക് മതിയാവത്തില്ല. അതാണ് വിഷമമായിട്ടുള്ളൊരു കാര്യം. നമ്മൾ കൊടുക്കുന്നതിലല്ല കാര്യം. കൊടുത്തു കഴിഞ്ഞിരുന്നാലും വീണ്ടും വരും. വീണ്ടും നമ്മൾ കൊടുത്തില്ല അഥവാ നമ്മൾ കൊടുത്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അവരായിട്ട് ദേഷ്യം എപ്പോൾ തന്നു, എങ്ങനെ തന്നു, എന്ത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കീമായിട്ട് നടക്കുന്ന ടീംസാണ് ഫുള്ള്. ഒരു സ്കീമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ ഇവർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഈ മീനൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കറിക്കെല്ലാം കൊണ്ടുവന്ന് നേരെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് മറിച്ച് വിൽക്കും. ഈ വിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചട്ടിയും പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അതാണ്ടില്ലേ നേരത്തെ കൊടുത്തതാണ് വീണ്ടും വന്നിരിക്കുന്നത്. അയ്യോ ഇത് ഇനി അടുത്ത പാത്രങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇനി ഇതാ ഓരോന്നായിട്ട് നിറയട്ടെ തിങ്ങി കൂടും. ഇപ്പോൾ ഇവരുടെയൊക്കെ റിയൽ ഫേസ് ഇതാണ്. കാണുന്നവർ പറയും
അത് അമ്മാമ്മമാർക്ക് കൊടുക്കുന്നില്ല, എന്താ പാവമല്ലേ അവർ എന്നൊക്കെ പറയും. പക്ഷെ നമ്മളങ്ങനെ പാവം നോക്കിയൊക്കെയാണ് കൊടുക്കുന്നത്. പക്ഷെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും വീണ്ടും വീണ്ടും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചുകൊണ്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടില്ലാതെ ഒന്നല്ല, നമ്മൾ അത്രമാത്രം കഷ്ടപ്പാട് വിട്ടിട്ടാണ് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്നത്. അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതുപോലെ ഓരോരുത്തർക്കും ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇങ്ങനെ 10 പേര് വരും, 10 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ 10 പേര് കൊടുക്കണം. ഇതൊക്കെയാണ് ഇനി ഏതായാലും നമുക്ക് ഇത് ഫുള്ള് വിറ്റ് ചെയ്തിട്ടെ, വിറ്റ് തീർന്നതിന് ശേഷം നമുക്ക് കാണാം എത്ര രൂപയ്ക്ക് ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വീഡിയോ അതിൻ്റെ പിന്നെ സമയമായി. ഇപ്പോൾ ഏകദേശം 8:45 9 മണി ആവാറായി. അപ്പോൾ നമ്മൾ ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന സ്ഥിതിക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ മറ്റു കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാ. കയ്യിൽ സാധനം ഇരിക്കണം, അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്തൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാ.